ഹോർമുസ് കടലിടുക്കിലെ നിയമങ്ങൾ പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ, അല്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഇറാൻ ഭീഷണി മുഴക്കുന്നു. വാണിജ്യ സൈനിക കപ്പലുകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയത്. വിനയ് ഉണ്ണി, ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. വിനയ്, കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ആശ്വാസത്തിന്റെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ വാർത്തയൊക്കെയാണ് വന്നത്. ഇപ്പോൾ ഇറാൻ വീണ്ടും നിലപാട് കടുപ്പിക്കുന്നു എന്നാണോ അർത്ഥം? അനുജ, കഴിഞ്ഞ ദിവസമാണ് ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ അതൊരു അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു ശുഭവാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് വന്നത്. അതിനായുള്ള ചർച്ചകളിലേക്ക് അടക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടന്നതായിരുന്നു വൈറ്റ് ഹൗസ് സിറ്റുവേഷൻ റൂമിൽ. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു അന്തിമ തീരുമാനം വന്നിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇറാൻ നിലപാട് കടുപ്പിക്കുന്നത്. ഹോർമുസിൽ നിയമങ്ങൾ കടുപ്പിക്കുകയാണെന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ഇറാൻ നൽകുന്നത്. കടലിടുക്കിലെ നിയമങ്ങൾ പാലിക്കണമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഈ കപ്പലുകൾ നേരിടേണ്ടി വരുമെന്നും ഇറാൻ അറിയിച്ചിരിക്കുന്നു. സൈനിക വാണിജ്യ കപ്പലുകൾക്കാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ ഹോർമുസിലൂടെ ഇറാൻ അനുമതിയോടെ ദിവസേന 20 മുതൽ 30 വരെ കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ ഇറാന്റെ IRGCയുടെ അനുമതിയോട് കൂടി മാത്രമേ ഈ കപ്പലുകൾക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു കപ്പലുകൾക്കും ഹോർമുസിലൂടെ ഗതാഗതം അനുവദിക്കില്ല. അത്തരത്തിൽ നിയമം ലംഘിച്ച് മുന്നോട്ട് പോയാൽ ഗുരുതരമായ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇപ്പോൾ ഇറാന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. IRGCയുടെ അനുമതി കൂടാതെ ഹോർമുസിലൂടെ ഒരു തരത്തിലുള്ള നീക്കവും നടത്തരുതെന്ന് ഇറാൻ ഇപ്പോൾ അന്തിമമായൊരു മുന്നറിയിപ്പ് എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ കപ്പൽ കമ്പനികൾക്കുമായി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അനുജ, ഹോർമുസ് കടലിടുക്കിൽ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നിയമങ്ങൾ പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരിക്കുകയാണ്. വിനയ് ഉണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.